അങ്ങ് ദൂരെ ചെറിയൊരു പൊട്ടിന്റെ സാദൃശ്യത്തിൽ സൂര്യൻ ഉദിച്ചു വേണ്ടി കാണുന്നത്. നല്ല രീതിയിൽ മിസ്റ്റ് ഉണ്ട് കേട്ടാ. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ഒരു കപ്പൽ അവിടെ നിന്ന് ഓടി വന്നിട്ടാ. ഹേ നമസ്കാരം, ഡീപ് സീ ഫിഷിംഗ് പാട്ട് കേട്ടാ. പുറത്താണ് കിടന്ന് രാവിലെ തന്നെ പാട്ട് കേട്ടാണ്ട് എണീറ്റ് ഇത് നോക്കിയ സൂര്യന്റെ രശ്മികൾ ഇങ്ങനെ മുഖത്തടിച്ച് ഞാൻ നല്ല ജ്വലിച്ച് നിൽക്കേണ്ട. പ്രഭാത കർമ്മങ്ങളിലേക്ക് കിടന്ന് ബോട്ടിൽ ബാത്റൂം ഉണ്ടാന്ന് പലരും ചോദിക്കാറുണ്ട്. ബാത്റൂം ഉണ്ട്. അപ്പൊ രണ്ടുപേർക്ക് ഒരുമിച്ച് മുട്ടിക്കഴിഞ്ഞ് എന്തെയ്യുന്നേ കൊണ്ടല് സിനിമ കണ്ടിട്ടില്ലേ, റോപ്പ് കെട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കോട്ടെ. അങ്ങനെ രാവിലത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ തുടങ്ങിയിട്ട. രാവിലെ തലേ ദിവസം ഉണ്ടാക്കിയ കുറച്ച് പൂരി ഉണ്ടായിരുന്നു. ആ പൂരി കട്ടൻ ചായയുമാണ് നമ്മുടെ രാവിലത്തെ ഭക്ഷണം കേട്ടോ. ഇതേ തല കുത്തിമാറിയാണ്. നമ്മുടെ ഒപ്പം തന്നെ ഒരു ചെറിയ കപ്പലും ഉണ്ടായിരുന്നട്ടാ. അതുപോലെ കടലിൽ കൊതുകുണ്ടാന്ന് പലരും ചോദിക്കുന്നുണ്ട്. കൊതുകൊന്നുമില്ല കേട്ടോ. പോകുന്ന വഴിയാണെങ്കിൽ നമ്മുടെ കൂട്ടബോട്ട് കണ്ടിരുന്നു. കുറച്ച് ഗ്രോസറീസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനുണ്ടായിരുന്നു. കടലിൽ ഇങ്ങനെ റോപ്പി കിട്ടിയേണ്ട കൈമാറുന്നത്. അതിനുശേഷം നമ്മുടെ 2 ബോട്ടും കൂടി ഒരുമിച്ചാണ് ലക്ഷ്യസ്ഥാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 4:30 മണിയാകുമ്പോഴേക്കത്തോട്ട. കടലിന്റെ സ്വഭാവം എപ്പോൾ മാറുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ സമയത്ത് ഓരോ സ്വഭാവമാണ്. ഇപ്പൊ ബോട്ട് ഊഞ്ഞാലാടണ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആടിക്കൊണ്ടിരിക്കേണ്ട. കുറച്ചു നേരത്തേക്ക് ഒരു കാറ്റുന്നുള്ളൂ. അപ്പൊ തന്നെ കടലിന്റെ സ്വഭാവം മാറിയിട്ടാ. ഉച്ചക്കലത്തേക്ക് കഴിക്കാനുള്ള ചൂരക്കറിയും അതുപോലെ ചോറും റെഡി ആയിട്ടാ. നല്ല കാറ്റും പഴയ കുറച്ചും കൂടി ദൂരം പോയി കഴിഞ്ഞപ്പോ കടല് പഴയ പോലെ ആയി. മിണ്ടിയും പറഞ്ഞു പോകാനായിട്ട് കുറച്ച് ഡോൾഫിൻ കുട്ടന്മാരും നമ്മുടെ ഒപ്പം വന്നിട്ടാ. വലയിടുന്ന സ്ഥലത്തെത്തിയപ്പോഴാണെങ്കിൽ നല്ല അടിപൊളി ഒരു റെയിൻബോ വന്നിരിക്കുന്നത്. നോക്കി എന്താ ഭംഗിയുന്നുണ്ട്. മഴവിലെല്ലാം ആസ്വദിച്ച് ഫ്രഷ് മൈൻഡോടുകൂടി നമ്മളത് വലയിടാനായിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ട. തൊട്ടപ്പുറം തന്നെ ഒരു സൺസെറ്റും സെറ്റായി വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഫുൾ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ കടൽ മാക്രി യൂട്യൂബ് ചാനൽ നോക്കിയത്. ഓക്കെ.